ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടുംബോളി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചൊരു ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു മുമ്പേ എൻ്റെ ഈ കുടുംബോളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇനിയും ക്യാരറ്റ് ഷേക്ക് ഇതേപോലൊന്ന് തയ്യാറാക്കി നോക്കാം. അതെങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള 6 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഈ 6 എണ്ണത്തിൻ്റെ അളവിലാണ് ബാക്കിയുള്ള ചേരുവകൾ പറയുന്നത്. അളവുകളെല്ലാം നിങ്ങൾ എടുക്കുന്നതിനനുസരിച്ചാണ്. ഞാനിവിടെ ഇത് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്കിതിവിടെ 2 കപ്പ് ക്യാരറ്റാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് ക്യാരറ്റിന് ഞാൻ 2 കപ്പ് പാല് ഇതിലോട്ട് ചേർക്കുവാണ്. ഇതൊന്നിനുമല്ല, ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് ആ പച്ചപ്പും മണമൊക്കെ ശരി, അതിന് നല്ലൊരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും, ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു 3 ഏലക്കയും കൂടെ ചേർക്കുവാണ്, ചതച്ചത്. ഇങ്ങനെ തയ്യാറാക്കി നോക്കുമ്പോൾ കുട്ടികൾക്കും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി ഇത് സിമ്മിലാക്കി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം എപ്പം സിമ്മിലാക്കണം, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഞാനിവിടെ വെച്ച ക്യാരറ്റ് വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇതിവിടെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഞാൻ ഇതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടി കുറച്ച് കശുവണ്ടി എടുക്കുവാണ്. കശുവണ്ടിക്ക് ഞാൻ അളവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഞാനെന്തായാലും ഇത്രയുമായി എടുത്തേക്കുന്നത്. ഇതിലോട്ട് ചേർക്കുക. ഇനി ഞാനിവിടെ മധുരത്തിന് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. നമുക്ക് മിൽക്ക് മെയ്ഡ് അവൈലബിൾ ആണെങ്കിൽ ചേർക്കാം, ഇല്ല എങ്കിൽ പഞ്ചസാര ചേർക്കാവുന്നതാണ്. ഞാനിവിടെ 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത്. അതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ അകത്തിട്ട് ഏലക്ക ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇടുന്നവർ അത് പ്രത്യേകം ശ്രദ്ധിക്കണം, അതെടുത്ത് മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഞാൻ ഈ മിൽക്ക് മെയ്ഡ് അതിലോട്ട് ചേർക്കുകയാണ്. ഇനി ഞാൻ കുറച്ച് തണുത്ത പാല് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഇതിലോട്ടൊന്ന് ഒഴിച്ച് നമുക്കിതൊന്നുകൂടെ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഇത് ഞാൻ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ആദ്യം തണുത്ത പാല് ഫ്രീസാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഫ്രീസാക്കിയതും കൂടെ ഇതിലോട്ടൊന്ന് ചേർക്കണം. ഇത് ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്ത് നമുക്ക് ഗ്ലാസ്സിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് പിസ്ത ചോപ്പ് ചെയ്തതും കുങ്കുമപ്പൂടെ ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ഷേക്ക് ഇവിടെ റെഡി ആയിട്ട്. ഇങ്ങനെ നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. നമ്മളല്ലാതെ നോർമലായിട്ട് ഒരു പച്ച ടേസ്റ്റോ അങ്ങനെയൊന്നും വരത്തില്ല. ഈ രീതിയിൽ എടുക്കുമ്പോൾ കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അങ്ങനെ നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുമ്പോൾ എനിക്ക് അതിന് കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ഈ കുടുംബോളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം.